നമുക്കിപ്പം മുത്തശ്ശിയുടെ ഇപ്പോൾ കൂടെയാണ് രാജ്മോഹൻ ഇപ്പോൾ ഉണ്ണിത്താൻ MP ടെലിഫോണിലുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ഒരു +1 വിദ്യാർത്ഥിയുടെ അവസ്ഥയാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അവനൊരു മുത്തശ്ശി. അച്ഛൻ മരിക്കുന്നത് വരെ കൃത്യമായിട്ട് ലോൺ അടച്ചിരുന്നതാണ്. 8.25 ലക്ഷം രൂപ കുടിശ്ശികയായി കാനറ ബാങ്കിൽ. നാളെ അവൻ്റെ പരീക്ഷയാണ്. നാളെയാണ് ആ വീട് ലേലത്തിന് വെച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപയെങ്കിലും കിട്ടിയാൽ അതൊന്ന് നീട്ടിക്കിട്ടും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. അല്ല, ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഒരു കേസല്ല, മനസ്സിലായില്ലേ? ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ആ പ്രദേശത്തെ ആളുകൾ വിചാരിച്ചാലല്ലാതെ ഇതിനെ അവരെ സഹായിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലയോ? നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ പ്രദേശത്തെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി പണം കളക്ട് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ അടക്കിയാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലയോ? അപ്പൊ ഇവരെവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ ആളുകള് വിവരം അറിയിച്ചാൽ അവരൊരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി അവരെ സഹായിക്കും. പിന്നെ ബാങ്കിന്റെ ജപ്തി വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ അത് നീട്ടിവെപ്പിക്കാം. അതൊന്ന് അങ്ങനെ ചെയ്താൽ തൽക്കാലത്തേക്കൊന്ന് നീട്ടിവെച്ചാൽ അവന്റെ പരീക്ഷ നീട്ടിവെക്കാന്ന് ആവശ്യപ്പെട്ടിട്ട് ആ അർജുനോട് പറയൂ അവിടുത്തെ ലോക്കൽ ആളുകളെ ബന്ധപ്പെട്ടാൽ ഞാനും അവരെ സഹായിക്കാം. ലോക്കൽ ആളുകളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാനും സഹായിക്കാം, മനസ്സിലായില്ലോ? ഓക്കെ അത്രയെങ്കിലും ചെയ്താൽ നന്നായിരിക്കും. കാര്യം പരീക്ഷ അവൻ എഴുതിയാണ്, അവന് പുസ്തകം തുറക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ തന്നെ കാനറ ബാങ്കിന്റെ ഇത് ഏത് ബാങ്കാണ്? അരുൺ പൂപ്പറമ്പ, ഇത് ഏത് ബാങ്കാണ്? MP ചോദിക്കുന്നു. ഏത് ശാഖ? കാനറ ബാങ്കിന്റെ തൃക്കരിപ്പൂർ ശാഖയിൽ നിന്നാണ് ഇവര്. തൃക്കരിപ്പൂർ ശാഖ, കാനറ ബാങ്ക് തൃക്കരിപ്പൂർ ശാഖ. ഓക്കെ അർജുൻ, ഞാനിപ്പോ തന്നെ റിജണൽ മാനേജറെ വിളിച്ച് പറയാം. അർജുന്റെ അത് പിന്നെ നീട്ടിവെക്കാൻ പറയാം കേട്ടോ. അരുൺ ഒന്ന് അർജുനോട് പറഞ്ഞോളൂ, അത് നീട്ടിവെക്കാനായിട്ട് MP ഇടപെട്ടിട്ടുണ്ട്. കാനറ ബാങ്കിലെ ജനറൽ മാനേജർ വിളിച്ച് പറയും, നമുക്കും ഇടപെടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് രണ്ടാം ഘട്ടം നോക്കാം. മുമ്പ് പരീക്ഷ എഴുതാൻ പറയും. രണ്ടാം ഘട്ടം നോക്കാം. ഓക്കെ താങ്ക് യു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഒന്ന് എന്തായാലും പറഞ്ഞോളൂ, അവൻ പരീക്ഷ വൃത്തിയായിട്ട് എഴുതാൻ പറയും. ജപ്തി നടപടികൾ നീട്ടിവെക്കുന്നതിന് വേണ്ടി ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇടപെടാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാനേജറെ വിളിച്ച് പറയുന്നതാണ് പറഞ്ഞത്. എന്തായാലും പരീക്ഷ കഴിയുന്നത് വരെ ജപ്തി നടപടി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ MP പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇടപെടൽ നടത്തുന്നതാണ്. അപ്പോൾ ഉഷാറായി പരീക്ഷ പഠിക്കാനാണ് പറഞ്ഞത്. പഠിക്കില്ലേ ഇനിയിപ്പം? നമ്മളിപ്പോ തൃക്കരിപ്പൂർ MLA വിളിച്ചിരുന്നു. തൃക്കരിപ്പൂർ MLA ശ്രീ രാജഗോപാലും കൂടി നമ്മളോടൊപ്പം ചേർന്നിരുന്നു അല്പസമയം മുമ്പ്. അരുൺ പൂപ്പറമ്പ, രാജഗോപാൽ പറഞ്ഞത് ഇതൊന്ന് നോക്കിയതിനു ശേഷം അതിനകത്ത് ഇടപെടാം എന്ന് തന്നെയാണ് MLA ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പൊ MLA ഈ വിഷയത്തിൽ ഇടപെടും. തീർച്ചയായും അരുൺകുമാർ, അത് വലിയ ആശ്വാസമാണ്. ഇവന്റെ പരീക്ഷ നടക്കുന്ന സമയത്ത് തന്നെ ഈ ജപ്തി എന്നതാണ് ഇവന് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയത്. പരീക്ഷയ്ക്ക് പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. എന്തായാലും MLAയും MP ഒക്കെ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ഉഷാറായി പഠിക്കണം എന്നാണ്. മറ്റു കാര്യങ്ങളൊന്നും നിലവിൽ ചിന്തിക്കും. നാളെ ഏതോ പരീക്ഷ? നാളെ ഇംഗ്ലീഷ്. നന്നായി പഠിച്ചോളൂ. ലേലത്തിന്റെ കാര്യം തൽക്കാലം മറക്കും. എന്തായാലും നാളെ ലേലം ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. ധൈര്യമായിട്ടിരുന്ന് പഠിച്ചോട്ടെ. താങ്ക് യു അരുൺ പൂപ്പറമ്പ, വാർത്ത പുറത്തു കൊണ്ടുവന്നതിന്. ഒപ്പം അർജുൻ്റെ സങ്കടം കണ്ടു കേരളക്കരയാകെ. നമുക്ക് തൽക്കാലം അതെന്തായാലും നീട്ടിവെക്കണം. ആ നീട്ടിവെക്കാനുള്ള സംവിധാനം എന്താണെന്ന് നമുക്ക് ഒരുമിച്ച് അതിനകത്ത് ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യാം. MP പറഞ്ഞു MLAയും ഈ വിഷയത്തിൽ ഇടപെടും. കാനറ ബാങ്ക് എന്തായാലും അങ്ങനെ അത്ര ക്രൂരമായിട്ട് ചിന്തിക്കാൻ സാധ്യതയില്ല. നാളെ എന്തായാലും ലേലം നടക്കാൻ സാധ്യതയില്ല. താങ്ക് യു. അപ്പോൾ അർജുൻ നന്നായിട്ട് പഠിച്ചാട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോഴാണ് നമുക്കതിന് സങ്കടം അറിയുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അച്ഛൻ പോയി, അമ്മയും പോയി, ഒറ്റയ്ക്കൊരു കുട്ടി മാത്രമാവുന്നു. ആ വീട് ജപ്തി ചെയ്ത് പോവാണ്. നാളെ തന്നെ പരീക്ഷയും വരുന്നു. എന്ത് മനസ്സുറപ്പിൽ നിന്ന് പഠിക്കുമ്പോൾ എന്താ ഉള്ളത്? നാളെ പോവാണ് വീട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ജീവിതം ഇല്ലാതായി തീർന്നു എന്നൊരു തോന്നലില്ല. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മുടെ നാടാണ്, മനുഷ്യരൊക്കെ ഒപ്പമുണ്ട്, ചേർന്ന് വരും.